അങ്ങനെ ഞാനും ഉണ്ടാക്കി പേപ്പർ ഫ്രെയിം. അത് ഞാൻ ഒരുപാട് പേരിങ്ങനെ ട്രൈ ചെയ്യുന്ന വീഡിയോസ് കണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം വിഷൻ ബോർഡിൻ്റെ മെഷർമെൻറ്റ് കുറച്ച് ഇച്ചിരി പ്രിൻ്റ് ഔട്ട് എടുത്ത് ഇച്ചിരി വലിയതായിരുന്നു. അപ്പം നമുക്ക് A4 ഷീറ്റിലൊന്ന് പഠിച്ചിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഫ്രെയിം ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പം ഞാൻ ഇതുപോലെ എല്ലാം 1 സെൻറ്റിമീറ്റർ വെച്ചിട്ട് അളയപ്പെടുത്തി എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ 1 സെൻറ്റിമീറ്റർ ഇങ്ങനെ കറക്റ്റായിട്ട് മെഷർമെൻറ്റ് ചെയ്ത് വരച്ച് വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ ഒന്ന് മടക്കിയെടുക്കുന്ന പരിപാടിയുള്ളല്ലോ. അപ്പോൾ ഇത് വീതി ചെറിയ വീതിയിൽ ഉള്ള ഫ്രെയിമായിരുന്നു ഇങ്ങനെ 1 സെൻറ്റിമീറ്റർ വെച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഈ സൈഡിൽ കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കി തന്നെ അത് വരച്ചെടുക്കണം. ചിലപ്പോൾ ആദ്യം എനിക്ക് കൺഫ്യൂഷൻ വന്നായിരുന്നു. പിന്നെ ഞാനത് കുറേ പ്രാവശ്യം പോസ് ചെയ്ത് ഓരോ വീഡിയോ വെച്ചിട്ട് എല്ലാം വളരെ സ്പീഡിൽ പോകുന്ന വീഡിയോ ആയിരുന്നു. അപ്പം മനസ്സിലാക്കാൻ ഇച്ചിരി പ്രയാസം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നിർത്തി നോക്കി കണ്ടുപിടിച്ചെടുത്തത്. ഇതിപ്പം അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. കാരണം കുട്ടികൾക്കൊക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്ത് വരുമ്പോൾ നല്ല രസമായിട്ട് തോന്നുന്നുണ്ടല്ലോ. അപ്പം ഞാനിത് വിഷൻ ബോർഡിന് ഇതുപോലെ ഒരു പേപ്പറിൽ നിൽക്കാത്തതുകൊണ്ട് 2 A4 പേപ്പർ കളർ പേപ്പർ എടുത്തിട്ട് ഒട്ടിച്ചിട്ട് അതിൽ മെഷർമെൻറ്റ് എടുത്തിട്ട് അധികം വരുന്ന പേപ്പറുകളെല്ലാം സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് അതിൻ്റേതായ സെറ്റിൽ കൊണ്ടുവന്നിട്ട് വാഷ് ടേപ്പ് ഒട്ടിച്ച് വെച്ചു. അങ്ങനെയാണ് ഞാനത് ഉണ്ടാക്കിയത്. പിന്നെ ഞാനൊരു പേപ്പറിൽ ഇതുപോലെ നമുക്ക് വീതിയുള്ള ബോർഡർ വരാൻ വേണ്ടിയിട്ട് നമുക്ക് നടുക്കിലത്തെ ആ സ്ഥലത്ത് 2 സെൻറ്റിമീറ്റർ എടുത്താൽ മതി. അതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വീതിയുള്ള ബോർഡർ കിട്ടും. അങ്ങനെ എനിക്ക് പക്ഷേ ഇതാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് കേട്ടോ. നമുക്കിത് ഫോട്ടോ ഒക്കെ നമ്മുടെ എല്ലാം ഇഷ്ടമുള്ളതൊക്കെ വെച്ച് കൊടുക്കാം, നല്ല രസമുണ്ടാവും. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്നത് വേറെ രീതിയിലാണ്, മറ്റേതുപോലെയല്ല. ഇതിപ്പോൾ 2 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഇടയ്ക്കുണ്ടല്ലോ, അപ്പോൾ ആ ഒരു വീതി അതിന് കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തപ്പോൾ ഞാൻ ചുമ്മാ കളയണ്ടെന്ന് വെച്ചിട്ട് ചുമ്മാ കുറച്ച് ഫ്ലവറൊക്കെ വെച്ചിട്ടൊരു ഡെക്കോർ പോലെ ആക്കിയതേ ഉള്ളൂ. നമ്മുടെ ഫോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം, എന്തെങ്കിലും കോട്ട്സൊക്കെ ഉണ്ടെങ്കിൽ എഴുതി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ഫ്രെയിമാണ് ഇഷ്ടപ്പെട്ട്? ഇത് ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്ത് കഴിഞ്ഞ ക്രാഫ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയണേ. താങ്ക്